ഇടുക്കി ജില്ലയിൽ മുളപ്പയർ ഘോഷയാത്രകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചാരൽമേട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് സമാപനം കുറിച്ചു. കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായാണ് കേരള തമിഴ്നാട് അതിർത്തിയിൽ മുളപ്പയർ ഘോഷയാത്രകൾ നടത്തുന്നത്. ജില്ലയിൽ ഏറ്റവും ആദ്യം മുളപ്പയർ ഘോഷയാത്രകൾക്ക് തുടക്കം കുറിക്കുന്നതും ചാരൽമേട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നിന്നാണ്. ഇത്തവണയും ആ പതിവ് മുടങ്ങിയിട്ടില്ല. കൂടുതൽ വിളവ് ലഭിക്കുവാനും കൃഷിയിൽ അഭിവൃദ്ധി വർദ്ധിക്കുവാനുമാണ് മുളപ്പയർ ഘോഷയാത്രകൾ ഓരോ ദേശത്തും നടത്തുന്നത്. ക്ഷേത്ര ഉത്സവങ്ങളുടെ ഭാഗമായുള്ള പ്രധാന ചടങ്ങ് കൂടിയാണ് ഇത്. മകരവിളക്ക് ആചാരങ്ങളിലും പ്രധാന ചടങ്ങാണ് മുളപ്പയർ ഘോഷയാത്ര. ആഴ്ചകൾക്ക് മുമ്പ് പ്രത്യേകം തയ്യാറാക്കിയ കലശങ്ങളിൽ നിക്ഷേപിക്കുന്ന ധാന്യങ്ങൾ ഉത്സവ ദിവസം ക്ഷേത്രത്തിൽ നിന്നും പുറത്തെടുക്കും. തുടർന്ന് ദേവീ ദേവന്മാർക്കൊപ്പം ദേശം മുഴുവൻ ചുറ്റി വീണ്ടും ക്ഷേത്രത്തിലെത്തിക്കും. ക്ഷേത്രത്തിനുള്ളിലെത്തിച്ച ഭഗവാന് മുളപ്പയർ കാണിക്ക വെച്ച ശേഷം ക്ഷേത്രമുറ്റത്ത് കുമ്മിയടിയും നടക്കും. തുടർന്ന് ആചാര അനുഷ്ഠാനങ്ങളോടെ മുളപ്പയർ കലശങ്ങൾ നിമജ്ജനം ചെയ്യും. മുളപ്പയർ ഘോഷയാത്രയോടെ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളായി നടന്നുവന്ന തിരുവാതിര മഹോത്സവത്തിനാണ് സമാപനമായത്. ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് TG അജി, സെക്രട്ടറി ബിനു അമ്പാടിയിൽ, ട്രഷറർ ഷിബു കെ, ആഘോഷ സമിതി ഭാരവാഹികളായ ദിലീപ് സെൽവരാജ്, സജീഷ് തെക്കൽ, പ്രസാദ് കാലായിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.